ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചുരിദാർ കട്ട് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചുരിദാർ കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനൊരു 3 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്ലീവിനുള്ള തുണി ഞാനിതിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ ലെങ്ത്തിനനുസരിച്ചുള്ളത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു 46 ഇഞ്ചാണ് എനിക്ക് ലെങ്ത്ത് വേണ്ടത്. 1 ഇഞ്ച് കൂട്ടിയിട്ട് ഞാനൊരു 47 ഇഞ്ച് ലെങ്ത്ത് എടുത്തു. അടുത്ത് ഷോൾഡറാണ് എടുക്കാൻ പോകുന്നത്. ഷോൾഡർ ഒരു 7 ഇഞ്ചാണ് എടുക്കുന്നത്. പിന്നെ ആം ഹോളിൻ്റെ ഇറക്കം ഒരു 7 ഇഞ്ചാണ് എടുക്കുന്നത്. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് തന്നെ ടാപ്പ് വെച്ചൊരു 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വരച്ചു കൊടുക്കാം. അത് വരച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത് ചെസ്റ്റാണ് എടുക്കുന്നത്. ചെസ്റ്റ് എനിക്കിവിടെ വേണ്ടത് ഒരു 11 ഇഞ്ചാണ്. 11 ഇഞ്ച് ചെസ്റ്റ് വേണം. പിന്നെ ഒരു 2 ഇഞ്ച് കൂട്ടി വെക്കുന്നുണ്ട് തയ്യൽ തുമ്പിനായിട്ട്. അങ്ങനെ ഇവിടെ ഒരു 13 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് അവിടെ ഇങ്ങനെയൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. 11 ഇഞ്ച് എടുത്തിട്ട് 2 ഇഞ്ച് തയ്യൽ തുമ്പിന് വെച്ചിട്ടുണ്ട്. 2 ഇഞ്ചിനൊന്നും ആവശ്യമില്ല, എങ്കിലും ഇത് കുറച്ച് തടിയുള്ള ആളായതുകൊണ്ട് ഞാൻ 2 ഇഞ്ച് എടുക്കുകയാണ്. പിന്നെ ഷേപ്പ് ലെങ്ത്ത് ഒരു 14 ഇഞ്ചാണ് എടുക്കുന്നത്. ഷേപ്പ് വേസ്റ്റ് ഇവിടെ വേണ്ടത് 9.5 ഇഞ്ചാണ്. ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി വെച്ചിട്ട് ഞാനൊരു 11.5 ഇഞ്ച് എടുക്കുകയാണ്. 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഒരു 2 ഇഞ്ചും നമ്മൾ തയ്യൽ തുമ്പിന് എടുക്കുകയാണ്. പിന്നെ 2 ഇഞ്ചും കൂട്ടി വെച്ചു. ഇനി ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഹിപ്പ് ലെങ്ത്താണ് എടുക്കുന്നത്. ഹിപ്പ് ലെങ്ത്ത് എനിക്കിവിടെ വേണ്ടത് 23 വേണ്ടത് ഹിപ്പ് ലെങ്ത്ത്. ഹിപ്പ് വേസ്റ്റ് അതുപോലെ 13 ഇഞ്ചാണ് വേണ്ടത്. 2 ഇഞ്ച് കൂട്ടിയിട്ട് 15 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഹിപ്പിൽ അതായത് കുറച്ച് തടിയുള്ള ആളാണ്, അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ വന്നിരിക്കുന്നത്. നമ്മൾ അതും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വരച്ചിട്ട്. ഇനി ഇവിടെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. അപ്പോൾ ചെസ്റ്റ് എടുത്തു 11 ഇഞ്ച്, 2 ഇഞ്ച് കൂട്ടി. വേസ്റ്റ് 9.5 എടുത്തു, 2 ഇഞ്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. അതേപോലെ ഹിപ്പും 13 ഇഞ്ച് എടുത്തിട്ട് 2 ഇഞ്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ഷേപ്പ്. അപ്പോൾ നമ്മളിത് ഈ ഷേപ്പ് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു ലോങ് ടോപ്പാണ്. സ്ലിറ്റ് ഉണ്ട്. സ്ലിറ്റ് എന്ന് വെച്ചാൽ ഓപ്പൺ ആണ്. സൈഡ് ഓപ്പൺ ഉള്ളൊരു ചുരിദാറാണ്. ലോങ് ആയിട്ടാണ് വരുന്നത്. വരച്ചു കൊടുത്തു. അപ്പം നമ്മളിത് ഷേപ്പൊക്കെ വരച്ചിട്ട് ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം തടിയുള്ള ആളായതുകൊണ്ട് ഹിപ്പിൻ്റെ അവിടെയൊക്കെ കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്. ഇനി അടുത്ത് ആം ഹോളിൻ്റെ അവിടെ ഒരു 2 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ആം ഹോളിൻ്റെ അവിടെ 2 ഇഞ്ച് എടുത്തു. പിന്നെ 2 സൈഡും ഒരു 3 ഇഞ്ച് വീതം എടുക്കുന്നുണ്ട്. ഇതൊന്ന് വരച്ചു കൊടുക്കാം. അപ്പം ഞാൻ ആം ഹോളിൻ്റെ റൗണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കുഴിച്ച് വെട്ടിയിട്ടുള്ള ഭാഗമാണ്. ഫ്രണ്ട് പീസാണ് ഇത് വരിക. അടിയിലാണ് ബാക്ക് പീസ് വരുന്നത്. അപ്പോൾ ഞാനൊരു ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആം ഹോളിൻ്റെ അവിടെ. അത് കസ്റ്റമറിൻ്റെ ഓർഡറാണ്, അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു ടക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ബാക്ക് 4 ഇഞ്ചും ഫ്രണ്ട് 6 ഇഞ്ചാണ് വരുന്നത്. ബാക്ക് 4 ഇഞ്ചും ഫ്രണ്ട് 6 ഇഞ്ചും എടുത്തിട്ടുണ്ട്. ഇനി നെക്ക് വൈഡ് ഒരു 3 ഇഞ്ചാണ് വേണ്ടത്. നെക്ക് വൈഡും മേലെ ഒരു 3 ഇഞ്ചാണ് എടുക്കുന്നത്. താഴെ ഒരു 3.5 ഇഞ്ചും എടുക്കുന്നുണ്ട്. ഫ്രണ്ട് റൗണ്ടും ബാക്ക് സ്ക്വയർ ആയിട്ടാണ്
ഇത് വെക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് കുറച്ച് വൈഡാണ്, അപ്പോൾ അതുകൊണ്ടാണ് 3 ഇഞ്ച് താഴേക്ക് എടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്ക് സ്ക്വയറും ഫ്രണ്ട് റൗണ്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിത് ഇതുപോലെ ഇപ്പോൾ നമ്മുടെ മാർക്കയിലും അളവെടുക്കലൊക്കെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ ബാക്കാണ് കട്ട് ചെയ്യുന്നത്. ബാക്ക് ഈ സ്ക്വയർ ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ബാക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഫ്രണ്ട് പീസാണ്. ഇനി ഷോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ സ്ക്വയർ കട്ട് ചെയ്തത് ബാക്ക് പീസിലോട്ടാണ് പോയി, ബാക്കാണ്. ഇനി സൈഡ് സ്ലിറ്റിൻ്റെ ഭാഗം കട്ട് ചെയ്യാണ്. അതായത് ഓപ്പൺ ഉള്ള ചുരിദാറാണ്. നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ട് നിർത്തി വയ്ക്കുക. ഇതുവരെ കട്ട് ചെയ്തിട്ട് നിർത്തിയിട്ട് ശേഷം ആം ഹോൾ കുഴിച്ച് വെട്ടിയതായതുകൊണ്ട് ഫ്രണ്ടിലത്തെ 2 പീസ്, അതായത് ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഫ്രണ്ടിലത്തെ 2 പീസാണ്, അതായത് മടക്കി വെച്ചിട്ടുള്ള ആ 2 പീസാണ് ഫ്രണ്ട് പീസായിട്ട് വരുന്നത്. അത് മാത്രം എടുത്തിട്ട് ഇതുപോലെ കുഴിച്ച് വെട്ടിയ ഭാഗം കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇത് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ടക്ക് ഭാഗവും ചെസ്റ്റും വേസ്റ്റും ഹിപ്പൊക്കെ നമുക്കൊന്ന് അടയാളപ്പെടുത്തിയെടുക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ അടയാളപ്പെടുത്തണം. അപ്പോൾ നമുക്ക് എന്തായാലും തയ്ക്കുമ്പോൾ അളവൊക്കെ എന്തായാലും ടാപ്പ് വെച്ച് ഒന്നുകൂടെ അളവെടുക്കണം. ചെസ്റ്റും വേസ്റ്റൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇത് ഫ്രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ബാക്ക് പീസും ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ബാക്ക് പീസും ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്ക് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. പീസ് ഇതുപോലെയാണ് ആയിരിക്കുന്നത്. ഇനി അടുത്തത് ഫ്രണ്ട് നെക്കാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് റൗണ്ട് വരുന്ന ഭാഗം ഫ്രണ്ട് പീസ് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചുരിദാർ കട്ടിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് പീസ് വരുന്നത്. നമ്മുടെ കട്ടിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് സ്ലീവാണ്. സ്ലീവിന് തുണി ഞാൻ നേരത്തെ ചുരിദാറിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്തതിൻ്റെ ബാക്കി വെച്ച പീസായിരുന്നു. അപ്പോൾ ഇതിലിത് ഇങ്ങനെ മടക്കിയാലാണ് എനിക്ക് ലെങ്ത്ത് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ 4 ആയിട്ട് തന്നെ സ്ലീവിന് മടക്കിയിട്ടിരിക്കുകയാണ്. ലെങ്ത്ത് എനിക്കിവിടെ ആവശ്യം ഒരു 19 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ 1 ഇഞ്ച് കൂട്ടിയിട്ട് ഒരു 20 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതേപോലെ വേസ്റ്റും എനിക്കിവിടെ വേണ്ടത് 8 ഇഞ്ചാണ്, അതും എടുത്തിട്ടുണ്ട്. പിന്നെ താഴെ സൈഡ് ഭാഗം ഒരു 16 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് കൂട്ടി ഒരു 17 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. പിന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഫ്രണ്ട് പീസാണ്, അതായത് ഇപ്പോൾ സ്ലീവ് 2 പീസായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ 2 പീസായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് എടുക്കുക. ഫ്രണ്ട് ഭാഗം വരുന്നത് എടുത്തിട്ട് ഇതേപോലെ വെച്ചിട്ട്
ഒന്ന് കുഴിച്ച് വെട്ടണം ഫ്രണ്ട് ഭാഗം. അപ്പോൾ ഫ്രണ്ട് ഭാഗം ഞാൻ കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ചുരിദാറിൻ്റെ കട്ടിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നെക്കിൽ പീസ് വെക്കുന്നത് ഞാൻ അത് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് നെക്കിൽ പീസ് വയ്ക്കുക. അടുത്തത് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.